അപ്പോൾ ഇന്നെന്താ പരിപാടി വെച്ചാൽ ബീച്ചിൽ ജിംനാസ്റ്റിക്കിൻ്റെ ക്ലാസ്സിനുണ്ട്. കുറച്ച് കാലമായി പോകാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇന്ന് മെയിൻ മാസ്റ്റർ വരുന്ന ദിവസമാണ്. അപ്പോൾ ജിംനാസ്റ്റിക്സ് പറയുമ്പോൾ ഫ്രണ്ട് ഫ്ലിപ്പ്, ബാക്ക് ഫ്ലിപ്പ്, ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്ന അതിൻ്റെ ക്ലാസ്സാണ്. ഇപ്പോൾ സമയം 5:55. 5:55 ലക്കി ടൈം. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവാം. പലർന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് വീഡിയോ ചെറിയൊരു ക്ലിയർ കുറവ്. നമ്മളെ മയിൽവാഹനം റെഡിയാണ് നമ്മളെ ബീച്ചിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോവാ ബീച്ച് നമുക്ക് അടുത്താണ്. കോഴിക്കോട് ബീച്ച് വീട്ടിൽ നിന്ന് ഒരു 5-6 കിലോമീറ്ററൊക്കെ ഉള്ളു. എന്താ നോക്കണേ, സൈക്കിൾ ഓട്ടി ഇങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രഭാതത്തിന്റെ ചിലവുകൾ നീക്കി വെച്ചുകൊണ്ട് പൊതുജനങ്ങൾ വീടുകളെ തിരക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചവിട്ടി നമ്മൾ ബീച്ചിന്റെ ആന്ധ്രാപ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കൂ, മുഗദാർ ബീച്ചിന്റെ നടപ്പാതകൾ വ്യായാമക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വ്യായാമത്തിന് വന്ന എന്ന പേരിൽ ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് കത്തിയടിക്കുന്ന 3 പിള്ളേരെ നമുക്ക് കാണാം. സാധാരണത്തേതിലും ഇന്ന് ആളുകൾ കുറവാണോ? സംശയം ഇല്ലാതില്ല. ഇവിടുത്തേതിലും സുന്ദരമായ ഒരു പ്രഭാത സവാരി എവിടെ കിട്ടും? ഇടത്ത് ഭാഗത്ത് കടൽ, ഇവിടെ നടപ്പാത, ഇവിടെ റോഡ്. ആഹാ, ഇത് സ്വർഗം തന്നെ. ഇതിലും വലിയ സ്വർഗം ഭൂമിയിലല്ലാതെ മറ്റെവിടെ കിട്ടും? മറ്റെവിടെങ്കിലും ഉണ്ടോ ഇല്ലയോ അറിയില്ല. നമുക്ക് നോക്കാം. സമയം 6:17 ആയിരിക്കുന്നു. 6:30 നേരത്തെ എത്തിയിട്ടില്ലെങ്കിൽ മാസ്റ്റർ കയ്യിൽ നിന്നും ചന്തിക്ക് അടി കിട്ടും. അതുകൊണ്ട് ഇനിയുള്ള യാത്ര വേഗമാക്കട്ടെ. അങ്ങനെ ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ശകടം ലോക്കാക്കിയിട്ടില്ല. ആരും എടുത്തു കൊണ്ടുപോകാതെ ഇരുന്നാൽ മതിയായിരുന്നു. കോഴിക്കോട് ബീച്ചിന്റെ സ്റ്റേജിന്റെ പിറകുവശമാണ് നമ്മുടെ കലാപരിപാടികൾ നടക്കുന്നത്. ക്ഷമിക്കണം, കായിക പരിപാടികൾ. എല്ലായ്പ്പോഴും എല്ലാ പരിപാടിക്കും നേരം വൈകി എത്താറുണ്ടായിരുന്ന എൻ്റെ സ്വഭാവത്തിന് ഇന്നൊരു മാറ്റമുണ്ടായി. ഇന്ന് ഞാൻ നേരത്തെയാണ്. പഠിപ്പിക്കാനുള്ള ആളും ബാക്കിയുള്ള ആളുകളും ആരും എത്തിയിട്ടില്ല. ഇതാണ് ബീച്ചിന്റെ രാവിലെ 6:30-ക്കുള്ള ദൃശ്യം. 6:30-ക്ക് ഉണരാത്ത എല്ലാവരും ഇത് കണ്ടോളൂ. ആഹാ, ബീച്ചിനെ വ്യായാമത്തിനുള്ള കേന്ദ്രമായി ഉപയോഗിക്കുന്ന ആളുകൾ, വലതിക്കിലായി ചിന്നിയിരിക്കുന്ന മറ്റു ചില ആളുകൾ, ബീച്ച് വൃത്തിയാക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന കാക്കച്ചികൾ. എന്നെ കണ്ടപ്പോൾ ഒരു കാക്കച്ചി പറന്നുപോയി. മരത്തിന്റെ ചില്ലിയിലിരിക്കുമെന്ന് വിചാരിച്ചു. അതിരുന്നില്ല. വട്ടമിട്ട് പറന്ന കാക്ക തിരിച്ച് വേറെ എവിടെയോ പോയിരുന്നു, ഒരു മരച്ചില്ലയിൽ. ഇവിടെ നിന്ന് ആ കാക്ക ഈ മരച്ചില്ലയിലേക്ക് പോകാൻ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞാണ് പോയത്. ഈ കാക്കയുടെ തലയിൽ എന്താ കളിമണ്ണാണോ? അതാവിടെ രാവിലെ തന്നെ ബീച്ച് ആസ്വദിക്കാൻ വന്ന ഒരു ഫാമിലി. ആകാശത്ത് നമുക്ക് തേങ്ങാപ്പുള്ള് പോലെ ചന്ദ്രനെ കാണാം. തേങ്ങാപ്പുള്ളല്ല, തേങ്ങ പോലെ തന്നെ എന്ന് പറയാം. സമയം 6:30 കഴിഞ്ഞു. ഇതുവരെയും മാസ്റ്റർ വന്നില്ല. വന്നത് മറ്റൊരു കാക്കച്ചിയാണ്. കാക്കച്ചി, കൃത്യനിഷ്ഠതയില്ലാത്ത ആളുകളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കാക്കച്ചി, ഇങ്ങോട്ട് നോക്കൂ. കാക്കച്ചി, എന്താണ് പറയാനുള്ളത്? കാക്കച്ചി നിശബ്ദത പാലിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അത് ഇന്ന് മൗനവ്രതത്തിലായിരിക്കാം. അല്ലാത്ത പക്ഷം അതിന് സംസാരിക്കാൻ ശേഷിയില്ലാതിരിക്കാം. മാസ്റ്റർ എന്താ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല? എന്താ മോനെ മാസ്റ്റർ ചതിക്കോ? മാസ്റ്റർ ചതിച്ചു. എന്ത് വ്ലോഗടാ? ആദ്യത്തെ മാസ്റ്റർ. ആദിത്യോ? മെയിൻ മാസ്റ്റർ വരുന്നുണ്ട് പറഞ്ഞിട്ട് മെയിൻ മാസ്റ്റർ കാത്തുന്ന കാണല്ല. ജിത്തല്ലേ? ജിത്തു അല്ല, മാസ്റ്റർ വരൂലേ? മെയിൻ മാസ്റ്റർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നമ്മുടെ ജിബിൻ മാസ്റ്റർ വെച്ച് ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് ഞാനും ജിത്തു ചേട്ടനുമാണ് ഹാജരായിട്ടുള്ളത്. അല്ല, ആ ടോണിഞ്ഞു വിട്ട. അപ്പോൾ തുടങ്ങാൻ പോവാണ്. ഇനി പ്രീ വർക്കൗട്ട് ബിഫോർ പഠിക്കൽ ഫ്ലിപ്പിംഗ് അല്ലേ?
മാസ്റ്റർ ഇന്നത്തെ ക്ലാസ് നമ്മൾ വിളിക്കൂലേ? പിന്നല്ല. നല്ല മാസ്റ്റർ ഫുൾ പവർ ആണ്. ജമ്പൻ ജംഗ്ഷൻ 100. Left, right, up, down. 2, turn, opposite. Opposite, 1, 10. Okay. 2, 1, and opposite. 1, 10. Okay. 0, 1, 2, 2, 3, 1, 7, 2, ready. Go. Ready. Down. Third one. Down. വർക്കൗട്ട് ആൻഡ് സ്ട്രെച്ച് കഴിഞ്ഞു. അപ്പം വാമായി പവറായി. നീ മാസ്റ്റർ മണപ്പുറത്തേക്ക് കടപ്പുറത്തേക്ക് പാർട്ട്ണർ യോ പോയി ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വർക്കൗട്ടിൽ ഫ്രണ്ട് റോളിൻ്റെ പ്രാധാന്യം എന്താണ്? കട്ട്. ഈ നമ്മൾ ജിംനാസ്റ്റിക്സ് ബാക്ക് ഫ്ലിപ്പൊക്കെ പഠിക്കുന്നതിൻ്റെ മുന്നേ ഫ്രണ്ട് റോള് ബാക്ക് റോളൊക്കെ ഈ ഫ്ലോറിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രാധാന്യ ഉദ്ദേശം എന്താ? ഈ ഫ്രണ്ട് ഓക്കെ ബേസിക് എല്ലാ ഫ്ലിപ്പിന്റെയും ബേസിക് എന്ന് പറഞ്ഞാൽ റോളിങ് മാത്രമാണ്. റോളിങ്ങിന്റെ കൂടെ ചില ടെക്നിക്കും കൂടി വരുന്ന സമയത്താണ് ഈ ഫ്രണ്ട് ഫ്ലിപ്പ് ആണെങ്കിലും ബാക്ക് ഫ്ലിപ്പ് ആണെങ്കിലും സൈഡ് ആണെങ്കിലും എല്ലാം വരുന്നത് റോളിങ്ങിന്റെ മാത്രം ബേസിലാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ റോളിങ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ ഫ്ലിപ്പും നമുക്ക് എളുപ്പമാവും. റോളിങ് എത്രത്തോളം സ്പീഡാവുന്നു നമുക്ക് എയർന്ന് മറയാനുള്ള അല്ലെങ്കിൽ റോൾ ചെയ്യാനുള്ള ആ ഒരു സ്പീഡ് കൂടും. മാത്രമല്ല ഈ റോളിങ് പഠിക്കുന്നതിനോട് മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് നമ്മൾ തെറിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി റോൾ ആവും. അതെ, ഡാമേജ് കുറയും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റോളിങ് ബേസിക് ആയിട്ട് ഫസ്റ്റ് തന്നെ പഠിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് അതാണ്. അപ്പൊ എല്ലാ മനുഷ്യന്മാരും റോളിങ്ങും അല്ലേ ആ സംഭവം പഠിച്ചിരിക്കണം. ജസ്റ്റ് റോളിങ് അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം, ഫ്ലോറിന്ന് ചെയ്യാം. ആദ്യം പരിക്കുകൾ പറ്റാതെ ബെഡിന്ന് മാത്രമായിട്ട് ചെയ്തെങ്ങാണ്ട് നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കുക. അത്ര വരുന്നുള്ളൂ. അതെ, എത്ര ഉള്ളൂ. എല്ലാം റോളിങ് ചെയ്യണം. അപ്പൊ റോളിങ് എങ്ങനെ ചെയ്യണം കാണിച്ചരാ മാസ്റ്റർ. ഗൈഡ് മീ. റോളിങ്, ക്യാമറ റോളിങ് ആൻഡ് ഐ എം റോളിങ്. റോൾ ചെയ്യുമ്പോ ഹെഡ് കുത്തരുത്. ഇപ്പൊ ഈ ഏരിയയാണ് കുത്താന്. പിന്നെ റൊട്ടേഷൻ ലെഗ് ക്യാച്ച് ചെയ്യണം. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് റൊട്ടേഷൻ കിട്ടും. ഓക്കെ ഓക്കെ അല്ലേ? അടിച്ചാ. നെക്സ്റ്റ് ബാക്ക് റോൾ. യെസ് റെഡി. ഞാൻ റെഡി. ബാക്ക് റോൾ. ബാക്ക് റോൾ. ബാക്ക് റോൾ ചെയ്യുമ്പോ ഇരിക്കുക, ലെഗിന് ചെറിയ ഫോഴ്സ് കൊടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക. ലെഗ് ക്യാച്ച് ആവാൻ നിർബന്ധമില്ല. ഓക്കെ അല്ലേ? ഓക്കെ വാ. ബാക്ക് റോൾ. ചെറുതായിട്ട് തല ഇറങ്ങും. അത് നാച്ചുറലി അങ്ങനെയാണ്. അതെ, ഭാഗ്യമാണ്. ദൂരം നല്ല ജമ്പ്. അല്ല നിങ്ങള് മെച്ചപ്പെട്ടു. മെച്ചപ്പെട്ടു. അടുത്തതായി നമ്മളെ എല്ലാരെയും വേണ്ടപ്പെട്ട ജിബിൻ സാർ ചെയ്യുകയാണ്. മൂക്കും കുത്തി വീഴാൻ സാധ്യതയുണ്ട്. ഇല്ല, ചടപ്പിച്ചാണ്. ഞങ്ങളെ പ്രചോദനമായ സാധു ഇപ്പോ ചെയ്ത് കാട്ടും. മാസ്റ്റർ എന്താ സ്ട്രെച്ച് കാണും? അടിപൊളി സ്ട്രെച്ച്. സ്ട്രെച്ചിനോട് കൊടവേരും ചാടി. മാസ്റ്ററൈസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. റൗണ്ട് ഓഫ്. ഞാൻ റൗണ്ട് ഓഫ് ചെയ്യാൻ
ഹാൻഡ് സ്റ്റാൻഡിനെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, നമ്മളെപ്പോഴും ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഫിംഗറിന് കൂടി ഇത് കൊടുക്കണം, പവർ കൊടുക്കണം. അതായത് ഹാൻഡ് സ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ സ്ട്രൈറ്റ് ലൈനിന് മുന്നിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ ഫ്ലോറിൽ പ്രസ് ചെയ്തിട്ട് ബോഡിനെ സ്ട്രൈറ്റ് ആക്കണം. ബാക്കിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതില്ലേ ഈ ഭാഗത്ത് ഫോഴ്സ് കൊടുത്തിട്ട് ബോഡി സ്ട്രൈറ്റ് ആക്കണം. അങ്ങോട്ട് പോവാണെങ്കിൽ ഫിംഗർ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത്. പൊസിഷനിൽ വെക്കുക. ഒരു നമ്മളെ കംഫർട്ടബിൾ ലെഗ് ഏതാണ് വെച്ചാൽ കിക്ക് ചെയ്യുക, മുകളിൽ നിൽക്കുക. ബാലൻസ് പറ്റ പോവാണെങ്കിൽ ഒരു കാല് വെച്ച് ലാൻഡ് ചെയ്യാം സേഫ് ആയിട്ട്. ഹാൻഡ് സ്റ്റാൻഡ്. കോറിന് കൊടുക്ക്, കോറും ബാക്കും ഫിംഗറിന് കൊടുക്ക്. അവിടെ കട്ടെ ഹോൾഡ് ചെയ്തോ പോവില്ല, രണ്ട് സൈഡുണ്ട്. ആ സെന്ററിൽ ഹോൾഡ് ചെയ്തോ അവിടെ കട്ടെ. മസിൽസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തോ. മസില്, ഫിംഗർ, കോറ്, ബാക്ക്. മതി, ലാൻഡ് ചെയ്തോ. അയ്യോ ഓ, നാളെ മാസ്റ്റർ ഉണ്ടാവൂലേ? അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം കൂടെ കഴിഞ്ഞു. മാസ്റ്റർ ഒന്ന് ഹോസ്പിറ്റലായത് കാരണം മാസ്റ്റർ വരാൻ പറ്റില്ല. നാളെ മാസ്റ്റർ വരും. നാളെ മാസ്റ്ററും കൂടി വലിയ മാസ്റ്റർ പരിപാടി. ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ. ഓക്കെ, എന്റെ മുന്നേ ആക്കുമ്പന്നെ